ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, അതായത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത്. സാമ്പാർ ഇഷ്ടമില്ലാത്തവർ വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ. പക്ഷേ നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സാമ്പാർ. സാമ്പാർ പൊടി ഒന്നുമില്ലാതെ വളരെ രുചികരമായിട്ട് നല്ലൊരു സാമ്പാർ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. നമ്മുടെ ഈ സാമ്പാർ വെക്കാനായിട്ട് ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടത് സാമ്പാർ പരിപ്പാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ പരിപ്പ് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സാമ്പാർ പരിപ്പ്. സാമ്പാർ പരിപ്പുണ്ട്, അതുപോലെ തന്നെ വടപ്പരിപ്പ്, കടലപ്പരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും മാറിപ്പോകരുത്. ഇതുപോലെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഇതാണ് സാമ്പാർ പരിപ്പ്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ, അതായത് ഒരു 5 or 6 പേരെ കുടുംബം അങ്ങനെ ഫാമിലി ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ആ ഒരു രീതിക്കുള്ള അളവാണ് കേട്ടോ ഞാനിന്ന് സാമ്പാർ തയ്യാറാക്കുന്നത്. ഒരു 1/2 കപ്പ് അളവിൽ സാമ്പാർ പരിപ്പ് നമുക്ക് പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. പുതുതായിട്ട് പാചകമൊക്കെ ചെയ്യുന്നവർ 1/2 കപ്പ് അളവിൽ അളന്ന് തന്നെ നമുക്കൊരു ബോളിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണേ. നമ്മുടെ ഈ തുവരപ്പരിപ്പിലുള്ള കംപ്ലീറ്റ് പൊടിയും അഴുക്കൊക്കെ ഒന്ന് പോകുന്നത് പോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ കഴുകിയെടുത്താൽ നമ്മുടെ തുവരപ്പരിപ്പ് കുക്കറിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. കുക്കറിൽ ചേർത്ത് നമ്മൾ തുവരപ്പരിപ്പ് വേവിച്ചെടുക്കുന്നതാണ് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കറത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തുവരപ്പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വെക്കുന്നത്. അതായത് ഒരുപാട് വെള്ളം വെക്കരുത്. ഒരുപാട് വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുക്കറിൻ്റെ അടപ്പ് വെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിപ്പോകും. അതാണ് നമ്മൾ ആകെയുള്ള നമ്മുടെ പരിപ്പ് വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു ടിപ്പാണ് കേട്ടോ. കുറച്ച് വെള്ളം വെച്ചാൽ മതി. ആ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടാൻ മാത്രം ആവശ്യത്തിന് അല്പം വെള്ളം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഉപ്പൊക്കെ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. ആദ്യം നന്നായിട്ടൊന്ന് കുക്കറും നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റണം കേട്ടോ. അത് ഈ ഒരു അളവിൽ ഫ്ലെയിം മതി. ഒരുപാട് ഫ്ലെയിം ഇങ്ങനെ കൂട്ടി വെക്കണ്ട. 2 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ തുവരപ്പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നാൽ ശരി, തുവരപ്പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് മത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാമ്പാർ പരിപ്പിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് മത്തൻ. മത്തങ്ങ ഇല്ലാതെ സാമ്പാർ വെക്കരുത്. മത്തങ്ങയെന്നും പറയും, മത്തനെന്നും പറയും, പീയണിക്ക എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇവിടെ അധികവും പീയണിക്ക എന്നാണ് ഇതിന് പറയുന്നത്. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അമരപ്പയർ, അതായത് ചീനി വരയ്ക്ക, കുറച്ച് പടവലം, വളരെ കുറച്ച് പടവലം മതി. കുറച്ച് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീളത്തിലുള്ള ഒരേ ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക വേണമെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചില വെജിറ്റബിൾസും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും 1-2 എണ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഇതിൽ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ കംപ്ലീറ്റ് പ്രഷർ ഇങ്ങനെ ഇടുന്നൊന്ന് പോകട്ടെ. അതായത് പെട്ടെന്ന് തുറക്കാൻ വേണ്ടി നിൽക്കരുത്. കംപ്ലീറ്റ് പ്രഷർ ഇങ്ങനെ ഇടുന്നൊന്ന് പോകട്ടെ. അതായത് ചിലർക്കെങ്കിലും ഉള്ള ഒരു ഡൗട്ടായിരിക്കും 2 വിസിലിൽ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടുമെന്ന്. അപ്പോൾ പുതിയ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വിസിലിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അതല്ല ഇച്ചിരി പഴയ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ വരെ പോകും. 3 വിസിൽ തന്നെ മാക്സിമം മതി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. നല്ലതുപോലെ പരിപ്പ് ഫസ്റ്റ് വേവിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ആ സാമ്പാറിന് അത്രയും ഒരു കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷർ ഇങ്ങനെ ഇടുന്നൊന്ന് പോകട്ടെ. നമ്മുടെ സാമ്പാറിലിടാനായിട്ട് ഒരല്പം കറിവേപ്പില. ഇതിലെ പച്ചമുളക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇത് പോകാറായി ചെടി. അതായത് ഒരുപാട് തവണ ഞാനിത് ഇന്ന് പച്ചമുളക് എടുത്തായിരുന്നു കേട്ടോ. ഇനി ബാക്കി കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമ്മുടെ സാമ്പാറിന് ഇത്രയും മതി. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാക്സിമം നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് നമുക്കിങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റാത്തത് മാത്രം പുറത്തുനിന്നൊക്കെ വാങ്ങാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ട് വേണം നമ്മളൊന്ന് തുറക്കാനായിട്ട്. നല്ലതുപോലെ തന്നെ സ്മൂത്തായിട്ട് നമ്മുടെ പരിപ്പെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം പരിപ്പ് വെന്ത് കിട്ടാനായിട്ട്. പിന്നീട് നമ്മളിത് ഉടച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നീട് നമ്മൾ ഇനി കുക്കറിലെ വിസിലൊന്നും വെക്കാൻ പോകുന്നില്ല. അതിൻ്റെ പേരിൽ എല്ലാ പച്ചക്കറികളും ചേർക്കുകയാണ്. നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കഴുകിയിട്ട് വേണം പച്ചക്കറികളൊക്കെ ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ കഴുകി പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ വഴുതനയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. കത്തിരിക്ക ഞാനിപ്പോൾ അത് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അത് കറുത്ത് പോകും. അതിൻ്റെ പേരിൽ ഒരു കത്തിരിക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു 2 പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി കുട്ടി പച്ചമുളകാണ്. അതിൻ്റെ പേരിൽ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്.
തീരെ കുട്ടിയാണ്, ഇച്ചിരി എരിവും കുറവാണ്. പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്, കാരണം കറിവേപ്പില ഇനി താളിച്ചും കൂടി ചേർക്കാറുണ്ട്. അതിൻ്റെ പേരിൽ കറിവേപ്പില മാത്രം മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതെ ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഇനി ഒന്ന് ഓണാക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ഒന്ന് ചേർത്തേക്കണം കേട്ടോ. ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സമയം തന്നെ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഈ അടുപ്പിൽ നിന്ന് ഈ അടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെക്കാൻ കേട്ടോ. മസാല ഒന്ന് വറുത്തെടുക്കാനായിട്ട് ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണേ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ് കേട്ടോ. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് 1.5 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. അതുപോലെ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടി ചേർക്കാൻ കേട്ടോ. ഉലുവാപ്പൊടി ഒരുപാട് കൂടണ്ട, കുറഞ്ഞ അളവിൽ മതിയാവും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ നേരത്തെ നമ്മൾ പച്ചക്കറിയൊക്കെ വേവിച്ച സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മസാലയൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വറുത്ത് തന്നെ നമ്മുടെ സാമ്പാറിലേക്ക് ചേർക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറൊക്കെ വന്നു തുടങ്ങിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മസാലയുടെയൊക്കെ. നമ്മുടെ ഈ മസാലകളൊക്കെ ഇത്രയും സമയം മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ മസാലയൊക്കെ നമുക്ക് നമ്മുടെ ഈ സാമ്പാറിലേക്ക് ചേർക്കാം കേട്ടോ. നമ്മുടെ ഈ സാമ്പാർ ഞാൻ ഇപ്പുറത്തേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ മസാലകളും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ വേകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ മസാലയും കൂടി ഒന്ന് ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ ഈ മസാലകളൊക്കെ നമ്മുടെ ഈ പച്ചക്കറികൾ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ്. ഇനി നല്ലതുപോലെ നമ്മുടെ ഈ വെള്ളരിക്കയും മത്തനും ഒക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് പുളിവെള്ളം. ഒരല്പം പുളിവെള്ളം കൂടി ചേർക്കാം. ഈ ഒരളവിനാണ് കേട്ടോ ഞാനിപ്പോൾ പുളി എടുക്കുന്നത്. അപ്പോൾ പുളിവെള്ളം കൂടി ചേർക്കുകയാണേ. ഒരുപാട് പുളി വേണ്ട, പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർക്കാം. കുറഞ്ഞ അളവിൽ വാളം പുളിയാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും സാമ്പാറിന് വാളം പുളിയാണ് വേണ്ടത്. ഇനി നമ്മുടെ ഈ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ടൊന്ന് സമയം കൊടുക്കാം. പുളിവെള്ളവും ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർക്കാൻ ഈ ഒരു സമയത്ത് ചേർക്കാം കേട്ടോ. ഇനി അപ്പോൾ നല്ലതുപോലെ തിളച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കുട്ടികളിൽ ചിലർക്കെങ്കിലും സാമ്പാർ ഇഷ്ടമില്ലാത്തവരാണ്. അപ്പോൾ പക്ഷേ നമുക്ക് അവരെ കൊണ്ട് ഇങ്ങനെ പച്ചക്കറികൾ കഴിപ്പിക്കുകയും വേണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെച്ചിരുന്നാൽ മതിയാവും. നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ അതിലേക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ് ചേരും. അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ചില കുട്ടികൾക്ക് സാമ്പാർ ഇഷ്ടമല്ലേ, കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും. അതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അതെല്ലാം നോർമലായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാം. എല്ലാവർക്കും സാമ്പാർ നന്നായിട്ട് കഷ്ണങ്ങൾ കഴിക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കണം. ഒരുപാട് വെന്തുടയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ ഈ പച്ചക്കറികളൊന്നും. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ സാമ്പാറെല്ലാം തിളച്ച് ചെറുതായിട്ട് ഒന്ന് കുറുകി നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഈ തവി വെച്ച് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി പൊടിഞ്ഞു പോകും. ആ ഒരു സ്റ്റേജിൽ നന്നായിട്ട് ഇതിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മുടെ സാമ്പാറിൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം മാത്രം കായപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാവും കേട്ടോ. കായപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് താളിപ്പും കൂടി ചേർക്കാനായിട്ടുണ്ട്. താളിപ്പും കൂടി കഴിഞ്ഞാലേ നമ്മുടെ സാമ്പാറാകുള്ളൂ. അപ്പോൾ ശരി, ഞാനിതൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. താളിപ്പും കൂടി ചെയ്യാം. താളിച്ച് ചേർക്കാനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ നമ്മളിതിലേക്ക് താളിപ്പിന് വേണ്ടി എടുക്കണം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ തന്നെ അങ്ങ് കടുക് ചേർത്തേക്കാം. കൂടെ ഒരു 3 വറ്റൽമുളക് ചേർക്കുകയാണ്. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. കൂടെ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ താളിച്ചത് നേരെ തന്നെ നമ്മുടെ സാമ്പാറിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി കൂടുതൽ മസാലകളൊന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. താളിച്ചതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ സാമ്പാറിലേക്ക് മല്ലിയില ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ എപ്പോഴും സാമ്പാർ വയ്ക്കുന്നത് ഒരല്പം ലാസ്റ്റിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ്.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഇതെന്ന്. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരികയാണ്. ഓണസദ്യക്ക് ഇതുപോലൊരു സാമ്പാറൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് സാമ്പാർ പൊടി ഇല്ലാതെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സാമ്പാർ പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത പൊടികളൊന്നും വേണ്ട, വറുത്ത് ചേർത്ത് കൊടുത്ത പൊടികളൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് സാമ്പാർ പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു സാമ്പാർ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെയൊക്കെ സൂപ്പറായിട്ടുള്ളൊരു സാമ്പാറാണ്, ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓണത്തിന് സദ്യക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് സാമ്പാർ. ഇതുപോലെ സാമ്പാർ എല്ലാം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വ്ളോഗൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ, ടാറ്റാ. ഞാനിതൊന്ന് കഴിച്ചുകൂടെ നോക്കട്ടെ. പുളിയും ആ ചെറിയൊരു എരിവും ഒക്കെ ആയിട്ട് നമ്മുടെ പച്ചക്കറികളുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാർ.